ഇസ്രായേലിൻ്റെ അലൈ ആയ രീതിയിൽ നടത്തിയ ഒരു അറ്റാക്കായിട്ട് വേണം ഇതിനെ കാണാൻ, അല്ലാതെ ഒരു റിറ്റാലിയേഷനായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത ഒരു അറ്റാക്കായിരുന്നു. 300 അടി താഴെയുള്ള ഈ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ് തകർക്കാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിനില്ല. അത് അമേരിക്കയ്ക്ക് മാത്രമേ ലോകത്തുള്ളൂ. അമേരിക്ക ഒരു ആക്രമണം നടത്തി. ഇതിന് തിരിച്ചടി വരുന്നത് മിഡിൽ ഈസ്റ്റിൽ എവിടെയും ആകാം. അത്തരത്തിലുള്ളൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഖത്തറിൽ തന്നെ അവർ എയർബേസ് ഒക്കെ പതുക്കെ മാറ്റി തുടങ്ങി. സോ അതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക് ആയിരിക്കും ഇറാൻ നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അമേരിക്കയിലോട്ട് ഇത് ചെയ്യാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇറാൻ ബുദ്ധിപൂർവ്വമാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോകേണ്ട സമയം ഇരുകൂട്ടർക്കുമായിട്ടുണ്ട്. ഈ തർക്കവും എഗ്രിമെൻറ്റും പ്രശ്നവും കിടക്കുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകളുടെ ബേസിസിലാണ്. അപ്പോൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് സെൻറ്റേഴ്സ് തകർക്കുക, ന്യൂക്ലിയർ സയൻസിൽ PhD എടുക്കുന്നവർ പോലും അവിടെ ഭയന്നാണ് കഴിയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ വാദം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫോഡോ തകർത്തതോടെ അവർ ഏറെക്കുറെ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തിന് യുദ്ധം എന്നുള്ളത് തീർച്ചയായിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും പറയേണ്ടിയിരിക്കുന്നു. മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ നേരത്തെ ആഗ്രഹിച്ച പോലെ റെജീം ചേഞ്ച്, അതായത് ഇറാൻ്റെ മിഡിൽ ഈസ്റ്റിലുള്ള റീജിയണൽ ഇൻഫ്ലുവൻസ് കുറച്ചുകൊണ്ട് വരിക. ഒരു റെജീം ചേഞ്ച് എന്ന് പറയുമ്പം ഇറാനിലെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മാറ്റണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പർ ഹാൻഡ് തൽക്കാലം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. ഇറാൻ ഈ സ്റ്റേജിൽ നെഗോഷിയേഷൻ തയ്യാറാകാം. കാരണം ഒമാനും എനിക്ക് തോന്നുന്നു ഖത്തറും ഒരുപക്ഷെ റഷ്യയും തയ്യാറാകും ഒരു മീഡിയേഷന്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുള്ള ഡെവലപ്മെൻറ്റുകൾ ഏത് ദിശയിലേക്കായിരിക്കും നീങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായ നിർമ്മൽ എബ്രഹാമാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഇപ്പോൾ സാഹചര്യങ്ങൾ മൊത്തം മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇറാനിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ആക്രമിക്കൂ എന്നായിരുന്നു ട്രംപ് ആദ്യം മുതൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു ആക്രമണം എന്ന് പറയാവുന്ന ഇസ്രായേലിലെ എംബസിയുടെ സമീപത്ത് ഒരു മിസൈൽ പതിക്കുകയും എംബസി കെട്ടിടത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതാണ് ഒരു ആക്രമണം എന്ന് പറയാവുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനെ ഏത് തരത്തിലായിരിക്കും കാണാൻ കഴിയുക? അല്ല, ആദ്യം മുതലേ തന്നെ ട്രംപിൻ്റെ ഒരു നിലപാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 മാസം മുന്നേ ആദ്യമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോകുന്നു, ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ബറാക്ക് ഒബാമ നിങ്ങളുടെ ഒപ്പം ഒരു വെച്ചൊരു അഗ്രിമെൻ്റ് ഉണ്ടല്ലോ, JCPOA അഗ്രിമെൻറ്റ്. ആ JCPOA അഗ്രിമെൻറ്റ് സിമിലറായിട്ട് അഗ്രിമെൻറ്റ് ഒപ്പുവെക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് 3-4 കണ്ടീഷൻസ് ഞാൻ ആഡ് ചെയ്യുമെന്ന് മാത്രമാണ്. അതിൻ്റെ അകത്ത് ഒന്നായിരുന്നു ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് റോൾ ബാക്ക് ചെയ്യണം എന്നുള്ളതും ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഞങ്ങൾ റിവ്യൂ ചെയ്യുമെന്നുള്ളതും അതുപോലെ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഓഡിറ്റുകൾ കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ നമുക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന സ്ഥലങ്ങളിൽ ഓഡിറ്റ്സ് നടത്തും എന്നുള്ള കണ്ടീഷൻസ് വെച്ചപ്പോൾ പതിയെ ഇറാൻ പുറകോട്ട് നിന്ന സമയത്ത് ട്രംപ് എനിക്ക് തോന്നുന്നു പറഞ്ഞിരുന്നു, ഞാൻ ഇത് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നു. സോ അതിന് ഇസ്രായേലിനെ ഉപയോഗിച്ചൊരു അറ്റാക്ക് നടത്തിയെന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് മുന്നോട്ട് പോകും തോറും ഇസ്രായേലിന് ഹെൽപ്ഫുൾ അല്ലാത്തൊരു സ്റ്റേജ് വന്നാൽ അവിടെ അമേരിക്ക ഇടപെടും എന്നുള്ള ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഇസ്രായേലിൻ്റെ അലൈ ആയ രീതിയിൽ നടത്തിയ ഒരു അറ്റാക്കായിട്ട് വേണം ഇതിനെ കാണാൻ, അല്ലാതെ ഒരു റിറ്റാലിയേഷനായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത ഒരു അറ്റാക്കായിരുന്നു. കാരണം ഫോഡോ എന്ന് പറയുന്ന 300 അടി താഴെയുള്ള ഈ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ് തകർക്കാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിനില്ല. അത് അമേരിക്കയ്ക്ക് മാത്രമേ ലോകത്തുള്ളൂ. അത് തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് ഇസ്രായേലിന് വേണ്ടി ചെയ്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതായത് ഇനി സമാധാനം എന്ന് ട്രംപ് പറയുന്നത് ഇനി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഈ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അമേരിക്കയുടെ ദൗത്യം. 3 കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നെഗോഷിയേഷൻ ടേബിളിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഇറാനെയും കൂടെ കൊണ്ടുവന്ന് നേരത്തെ ട്രംപ് പറഞ്ഞ ടേംസ് ഒപ്പുവെപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നടന്നില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് കണ്ടത് ഈ തർക്കവും എഗ്രിമെൻറ്റും പ്രശ്നവും കിടക്കുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകളുടെ ബേസിസിലാണ്. അപ്പോൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് സെൻറ്റേഴ്സ് തകർക്കുക, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണല്ലോ 9ഓളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചത്. ന്യൂക്ലിയർ സയൻസിൽ PhD എടുക്കുന്നവർ പോലും അവിടെ ഭയന്നാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ട്രംപ് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ വാദം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫോഡോ തകർത്തതോടെ അവർ ഏറെക്കുറെ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തിന് യുദ്ധം എന്നുള്ളത് തീർച്ചയായിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ അച്ചീവ് ചെയ്യണം എന്നവർ സങ്കല്പിച്ച കാര്യം അച്ചീവ് ചെയ്തു. ഇനി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ നേരത്തെ ആഗ്രഹിച്ച പോലെ റെജീം ചേഞ്ച്, അതായത് ഇറാൻ്റെ മിഡിൽ ഈസ്റ്റിലുള്ള റീജിയണൽ ഇൻഫ്ലുവൻസ് കുറച്ചുകൊണ്ട് വരിക, ഒരു റെജീം ചേഞ്ചിലേക്ക് പോവുക. പക്ഷേ അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്നും നടന്നില്ലെങ്കിൽ പോലും അതിലും ഭേദമായിരുന്നതിനെ കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പിന്നീട്. കാരണം ഇറാഖിൽ നമ്മൾ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ കണ്ടാണ്. ഇറാഖിലൊക്കെ 2003 സദ്ദാം ഹുസൈനെ വധിച്ച് ഇതേ ഒരു പ്രോസസ്സ് നടത്തിയതിന് പിന്നാലെ അവിടെ സിവിൽ വാർ ഉണ്ടാകുന്നു. വേറൊരു ഗവൺമെൻറ്റിനെ ഇവർ സ്ഥാപിക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ സുന്നി ഷിയ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു.
അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അൽ-ഖായ്ദ രൂപപ്പെടുന്നു, പിന്നീട് അത് ഐസിസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് ഇറാനെയും തള്ളിവിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൃത്യമായ ഒരു അജണ്ട വേണം. പക്ഷേ എന്ത് അജണ്ട ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യത്ത് ചെന്ന് അവരുടെ ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒരു ലോകരാജ്യത്തിനും ഇല്ല. ഇപ്പോൾ ഇവിടെ ആകെ പറയുന്ന ഒരു കാര്യം, അമേരിക്ക പറയുന്ന ഒരു കാര്യം ന്യൂക്ലിയർ ത്രെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അമേരിക്കയുടെ ഒരു ആംഗിൾ പറയാം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ആംഗിൾ പറയാം. അവർ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണ്. പക്ഷേ ഇന്ത്യയിലുള്ളൊരു മന്ത്രിയോ പാകിസ്ഥാനിലൊരു മന്ത്രിയോ പൊളിറ്റീഷ്യനോ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒന്നും ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇന്ത്യയെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ ഞാൻ പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് പറയുന്നില്ല. പക്ഷെ അവർ പറയുന്ന വാദം എന്ന് വെച്ചാൽ ഇറാൻ്റെ സുപ്രീം ലീഡർ ആയിക്കോട്ടെ, അവിടുത്തെ ജനറൽ കൗൺസിൽ ആയിക്കോട്ടെ, പവർഫുൾ ആയിട്ടുള്ള ഏതൊരു മിനിസ്റ്റർ ആയിക്കോട്ടെ, അവർ എല്ലാ ദിവസവും പബ്ലിക് സ്പീച്ചുകളിലും ടെലിവിഷൻ ബൈറ്റുകളിലും പറയുന്നത് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഡെത്ത് ടു ദി ജ്യൂസ് എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു രാജ്യം, അതേ സമയത്ത് ഒരുപാട് ഗുണ്ടകളുള്ള പ്രോക്സികളുള്ള ഹെസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഇസ്ലാമിക് ജിഹാദും അതേപോലെ ഷിയ മിലീഷ്യാസും ഒക്കെ അവരെയൊക്കെ ഫുഡ് കൊടുത്തും പൈസ കൊടുത്തും എക്യുപ്മെൻറ്റ് കൊടുത്തും വളർത്തുന്ന ഒരു രാജ്യം. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഡേഞ്ചറസ് ആണ്. അവർ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഭയന്ന് ഇവിടെ ജീവിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം. സെക്കൻഡ് ഒരു ആർഗ്യുമെൻ്റ് അവരുള്ളത് NPT, ഇപ്പം ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി ലോകത്തൊരുവിധം എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യവശാൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യ സൈൻ ചെയ്യാത്തതുകൊണ്ട് പാകിസ്ഥാൻ സൈൻ ചെയ്തിട്ടില്ല, ഇസ്രായേലും സൈൻ ചെയ്തിട്ടില്ല. പുതിയൊരു രാജ്യമായ സൗത്ത് സുഡാൻ സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അവരാരും ഭയക്കുന്നില്ല, അവിടെ കറണ്ട് പോലും ആയി വന്നിട്ടില്ല. അതുകൊണ്ട് അവർ ത്രെറ്റല്ല. പിന്നെ ഉള്ളത് നോർത്ത് കൊറിയയാണ്. നോർത്ത് കൊറിയ എല്ലാവരും മറ്റൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ NPT ഒപ്പുവെച്ചൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അതും ഒരു വയലേഷനാണ് എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പോൾ പക്ഷേ അതിൻ്റെ ബേസിസിൽ മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ളതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന അപകടമായിട്ടുള്ള സാഹചര്യമാണ്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ ഒരു തിരിച്ചടി ഏത് തരത്തിലായിരിക്കും? അതായത് ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അമേരിക്കയെ തിരിച്ചടിക്കണമെങ്കിൽ പല രീതികളുണ്ട്. ഒന്ന്, അവരുടെ എംബസി അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ ആക്രമിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിലടക്കം ഒട്ടേറെ സ്ഥലങ്ങളിൽ അമേരിക്കയുടെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്. 20-ലേറെ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിയിലുമാണ്. അത്തരത്തിലുള്ളൊരു തിരിച്ചടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത്തരത്തിലുള്ളൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഖത്തറിൽ തന്നെ അവർ എയർബേസ് ഒക്കെ പതുക്കെ മാറ്റി തുടങ്ങി. സോ അതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക് ആയിരിക്കും ഇറാൻ നടത്താൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു വേറിട്ട ആംഗിൾ ഞാൻ പറയാം, അങ്ങനെ നടക്കുമെന്നല്ല. കഴിഞ്ഞ 2020 മുതൽ 2024 2024 ബൈഡൻ്റെ റെജീമിനിടയ്ക്ക് അമേരിക്കയിൽ ഏകദേശം 10 മില്യണോളം വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് കയറിപ്പോയിട്ടുണ്ട്, യാതൊരു ചെക്കിങ്ങോ വെറ്റിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ. ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾക്ക് എതിരായിട്ട്, ട്രംപിനെതിരായിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. അത് അമേരിക്ക മൊത്തമുണ്ട്. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. ഇതിനിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ, അവിടെ എവിടെയെങ്കിലും ഒരു അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒപ്പോസിഷൻ അവിടെ ഭയങ്കരമായിട്ട് തീ കത്തും. കാരണം ട്രംപിനെതിരെ വലിയൊരു ഇഷ്യൂ ആകും. ഒരു ആവശ്യവുമില്ലാതെ, അതായത് 2001 ശേഷം ഒരു മേജർ അറ്റാക്ക് അമേരിക്കയിൽ മേജറായിട്ടൊരു അറ്റാക്ക് നടന്നിട്ടില്ല. അപ്പം നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു വാറിന് പോയി ഒരു യുദ്ധത്തിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ അതാ ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ട്രംപിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു വേവ് ഉണ്ടാവും. സോ അതാണൊരു പോസിബിലിറ്റി. ഇറാന് രണ്ട് രീതിയിലും പൊളിറ്റിക്കലിയും എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസും ഒക്കെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. മറ്റുള്ള താങ്കൾ പറഞ്ഞ പോസിബിലിറ്റികൾ ശരിയാണ്. പക്ഷെ അതൊരു പക്ഷേ അമേരിക്ക എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അവർ അതിനുള്ള പ്ലാൻസ് ഓൾറെഡി നടത്തിയും കാണും. ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉടനീളമുണ്ട്. അവരുടെ ഒരു സംരക്ഷണം പോലും അമേരിക്കൻ സൈന്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വേറൊരു പ്രശ്നം. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി കൂടി മാറാനുള്ളൊരു സാധ്യതയില്ല. അതായത് ഇപ്പം ഈ രാജ്യങ്ങളിൽ ജോലിക്കും ഒക്കെ ആയി പ്രവാസികളായി ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇന്ത്യയിൽ നിന്നുണ്ട്, മലയാളികൾ പ്രത്യേകിച്ചുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? ഉണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓരോ രാജ്യത്തും നിങ്ങളുടെ തന്നെ എത്ര പേരുണ്ടെന്ന് സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും ഒരുപക്ഷെ വീട്ടിലുള്ളവരായിട്ടും തന്നെ. ഇപ്പോൾ UAE അവിടെ ബേസ് ഉണ്ട്, ഖത്തർ മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്, അവിടെയും ബേസ് ഉണ്ട്, ബഹ്റിൻ, കുവൈറ്റ്, സൗദി, പിന്നെ പോയിട്ട് ഇറാഖ്, സിറിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ബേസ് ഉണ്ട്. അവിടെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവന് ഉള്ള പ്രശ്നം ഒന്ന്, കുവൈറ്റിലൊക്കെ സംഭവിച്ച പോലെ ഒരു വലിയ അൺട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി വരെ പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. ഫൈനാൻഷ്യൽ പ്രഷർ വേറെ, കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ആവശ്യവും ഇൻഫ്ലുവൻസും ഉള്ളൊരു കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടുത്തെ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഇന്ത്യയിലോട്ട് അത് ക്യാരി ഓവർ ചെയ്യും. അതിലൊരു വലിയ അംശം മലയാളികളാണെന്നുള്ളതാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നൊരു കാര്യം. കാലങ്ങളായിട്ട് സൗഹൃദത്തിലും അതുപോലെ തന്നെ സംഘർഷത്തിലും തുടർന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. ഏറ്റവും ബേസിക്കലി ഈ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം ആദ്യം ഇറാൻ മേൽ നടത്തുമ്പോൾ
അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഈ ന്യൂക്ലിയർ അതായത് യുറേനിയം എൻറിച്ച്മെൻറ്റ് അവസാനിപ്പിക്കുക. അതിൻ്റെ ഒരു കാരണം താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞ പോലെ 1948 ഇസ്രായേൽ പറഞ്ഞ വാക്കുകളാണ്. 1948 മുതൽ 79 വരെയുള്ള സമയം നോക്കൂ. ഞങ്ങൾ ഒഫീഷ്യലി രൂപപ്പെട്ട സമയമാണ് 1948. ഇറാനിൽ റെവല്യൂഷൻ നടന്ന സമയമാണ് 1979. ഇസ്ലാമിക് റെവല്യൂഷൻ നടന്ന സമയമാണ് 1979. ഈ 31 വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല, വളരെ സൗഹൃദത്തിൽ നടന്നൊരു രാജ്യമാണ്. അവിടുന്ന് എന്ന് ഇറാനിൽ റെവല്യൂഷൻ നടന്നോ, പുതിയ റെജീം വന്നോ, അന്ന് മുതൽ ഇങ്ങോട്ട് മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ, ഞങ്ങൾക്ക് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണ്ടേ എന്നുള്ളതാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച് ചെയ്യുന്നു. കാരണം അതവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ന്യൂക്ലിയറിന് ഒരുപാട് പേർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോളാറും വിൻഡും പോലെ ഒരു ഓൾട്ടർനേറ്റീവ് പവർ സോഴ്സാണ്. ഒരു ചെറിയ പെല്ലറ്റിൽ നിന്ന് തന്നെ ഒത്തിരി നമ്മൾ ഒരുപാട് കോളിൽ നിന്നോ അല്ലെങ്കിൽ വിൻഡിൽ നിന്നോ സോളാറിൽ നിന്നോ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയുടെ ഒരുപാട് അധികം ഒരു ചെറിയ പെല്ലറ്റിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ അതിന് 5% യുറേനിയം എൻറിച്ച്മെൻറ്റ് മതി. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് 5% എന്ന് അവർ പറഞ്ഞെങ്കിലും പല കള്ളത്തരങ്ങളും ഇറാൻ ഇതിനിടയിൽ കാണിച്ചിട്ടില്ല. അതായത് ഒന്ന് നെതാൻസിൽ 2003 ഇൻ്റലിജൻസ് വിങ് അത് കണ്ടുപിടിച്ചു, ഇവർ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നു എന്നുള്ളത്. കണ്ടുപിടിച്ചതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ ഈ പറയുന്ന പോലെ ഫോർഡോയിൽ 9 വർഷമായിട്ട് രഹസ്യമായിട്ട് എൻറിച്ച്മെൻറ്റ് നടത്തിക്കൊണ്ടുവന്ന് 2009 അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു. റീസെൻ്റ്ലി പക്ഷേ ഇസ്രായേലിന് ഭയം തോന്നാൻ കാര്യം ഈ ഒക്ടോബർ 2023 നടന്ന ഇഷ്യൂവിന് പിന്നാലെ നടന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇവരുടെ പ്രോക്സികൾ ഒരുപാട് ഇടപെടുന്നു എന്ന് കണ്ടു. അപ്പം എൻറിച്ച്മെൻറ്റ് കേസും അന്ന് പുറത്തു വന്നു. 60% എൻറിച്ച്മെൻറ്റ് ഫോർഡോയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 60 to 90 എന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചകൾ കൊണ്ട് ഇറാന് കൈ കിട്ടും. അങ്ങനെ ഒരു രാജ്യത്തിനായി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാദത്തിൻ്റെ പുറത്താണ് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നത്. മാത്രമല്ല അമേരിക്ക കൊടുത്തിട്ടുള്ള ഉറപ്പും, തീർച്ചയായിട്ടും എന്ത് ന്യൂനത ഉണ്ടായാലും ഞങ്ങൾ സഹായിച്ചോളാം എന്നൊരു ഉറപ്പും കൊടുത്തു. ഈ 2 കാര്യങ്ങളുടെ ബേസിസിലാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇറാൻ ഒട്ടും മോശം രാജ്യമൊന്നുമല്ല, ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ അതിൽ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അയൺ ഡോമിനെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചടി അവർ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. മേഖലയിൽ ഒരു വലിയ അസ്ഥിരത ഉണ്ടാകാൻ ഈ ഒരു സംഘർഷം കാരണമാവില്ലേ? ഇറാൻ വലിയ രാജ്യമാണ്. ഇപ്പോൾ കമ്പാരിസൺ ഇല്ല. ഇപ്പം മറ്റ് ഹൂത്തിയും ഹെസ്ബുള്ളയും അല്ലെങ്കിൽ ഈവൻ പലസ്തീൻ യുദ്ധത്തിൽ പോലും ഇസ്രായേലിന് വലിയൊരു ത്രെറ്റ് വന്നിട്ടില്ല. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ 75 ഇരട്ടി വരുന്ന 10 ഇരട്ടി പോപ്പുലേഷൻ വരുന്ന ഒരുപാട് ആയുധ ശേഖരവും അതുപോലെ പ്രോക്സികളും ഒക്കെ സഹായത്തിനുള്ള, മറ്റാരുടെയും സഹായമില്ലാതെ സെൽഫായിട്ട് ഇത്രയും കാലം കൊണ്ടുപോയ രാജ്യമുണ്ട്. അമേരിക്കൻ ഉപരോധത്തിന് ഇടയ്ക്ക് പോലും ഇത്രയും വളർത്തിയെടുത്തുകൊണ്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ ഒരു ശക്തരായിട്ട് തന്നെ കാണണം. അപ്പോൾ ഇറാൻ്റെ കേസിൽ ഇതൊരു അസ്ഥിരത ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പിൽ ഔട്ട് ചെയ്താൽ ഇന്നിപ്പോൾ അമേരിക്ക ഒരു ആക്രമണം നടത്തി, ഇതിന് തിരിച്ചടി വരുന്നത് മിഡിൽ ഈസ്റ്റിൽ എവിടെയും ആകാം. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ ആയിട്ട് 45,000-ഓളം വരുന്ന അമേരിക്കൻ ട്രൂപ്പുകളുണ്ട്, അവരുടെ അസറ്റുകളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ, ഒരു അറ്റാക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതൊരു എക്സ്ക്യൂസാണ്, ഞങ്ങളിതാ ഇറങ്ങുന്നു, കാരണം ഞങ്ങളുടെ അസറ്റ്സിനെ അറ്റാക്ക് ചെയ്തു, ഞങ്ങളുടെ ട്രൂപ്പിനെ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയാനുള്ള എക്സ്ക്യൂസാണ്. അപ്പം ഞാനതിനെ കാണുന്നത് കൂടുതൽ ഒരു കെണിയായിട്ടാണ്. കാരണം അറ്റാക്ക് ചെയ്തിരിക്കുന്നു, ഇനി ഇറാൻ ബുദ്ധിപൂർവ്വം പക്ഷേ ചെയ്ത് ഇസ്രായേലിലോട്ട് മാത്രം അറ്റാക്ക് ലിമിറ്റ് ചെയ്യുക. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അമേരിക്കയിലോട്ട് ഇത് ചെയ്യാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വന്ന് അമേരിക്കയുടെ അസറ്റിനെയോ ട്രൂപ്പിനെയോ എക്യുപ്മെൻറ്റിനെയോ തട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇറങ്ങി ഇവരുടെ മൂന്നാമത്തെ അൾട്ടിമേറ്റ് ഗോളായ റെജീം ചേഞ്ചിലോട്ട് പോകാൻ എക്സ്ക്യൂസ് ആയിട്ട് അമേരിക്ക അതിനെ ഉപയോഗിക്കും. പക്ഷേ ഇതുവരെ ഇറാൻ ബുദ്ധിപൂർവ്വമാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇപ്പോൾ ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോകേണ്ട സമയം ഇരുകൂട്ടർക്കുമായിട്ടുണ്ട്. കാരണം ഇറാന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ ഗോൾ എന്തായിരുന്നു, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അവസാനിപ്പിച്ചു, അതിന് പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകൾ ഇല്ലാതാക്കി. ഇനിയിപ്പോൾ നമുക്ക് സംസാരിച്ചുകൂടെ? ഇനിയിപ്പോൾ ആരെ അഗ്രിമെൻറ്റോ നെഗോഷിയേഷൻ്റെ പോലും ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ തീർത്തു കളഞ്ഞു എന്ന് പറയുന്നു, എങ്കിൽ സംസാരിച്ചുകൂടെ എന്ന് പറയേണ്ട സമയമായി. അസ്ഥിരത ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം മറ്റ് ഏരിയ പോലല്ല. ഇവിടെ ഇപ്പം ഇറാൻ ഒറ്റപ്പെട്ട് കിടക്കുന്നു, സഹായിക്കാൻ രാജ്യങ്ങളില്ല. ഇപ്പം സൗദി അറേബ്യ ആയിക്കോട്ടെ, ടർക്കി ആയിക്കോട്ടെ, എല്ലാവരും വാക്കാൽ, ജനങ്ങൾ മരിക്കുന്നത് കൊണ്ട് വാക്കാൽ ഒരു അനുശോചനം അറിയിക്കുന്നു, അല്ലെ ചെറിയൊരു എന്താ പറയുന്നത് വേർബൽ സപ്പോർട്ട് കൊടുക്കുന്നു എന്നതിന് അപ്പുറം ആര് സഹായത്തിന് വരും? ഇപ്പോൾ ചൈനയും റഷ്യ എടുക്കുക, എല്ലാവരും പറയുന്നത് അമേരിക്ക ഇവരെ സഹായിക്കുന്ന പോലെ ചൈനയും റഷ്യയും സഹായിച്ചിരിക്കും. പക്ഷേ റീസെൻറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ചൈന ഇപ്പോൾ അടുത്തുണ്ടായ യുദ്ധങ്ങളിലുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് നോക്കിയാൽ, റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായി, റഷ്യയെ സഹായിച്ചിരിക്കുന്നത് കൂടുതൽ ഓയിൽ മേടിച്ചും ട്രേഡ് വർദ്ധിപ്പിച്ചും അങ്ങനെയുള്ള രീതിയിലാണ് അവരെ സഹായിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റം ഉപയോഗിക്കാൻ മേലാതെ വന്നപ്പോഴത്തേക്കും ചൈനീസ് സിസ്റ്റം, സിപ്പ് എന്ന് പറഞ്ഞ ചൈനീസ് സിസ്റ്റം കൊടുത്തു. അങ്ങനെയുള്ള സഹായങ്ങൾ. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം വന്നപ്പോഴത്തേക്കും പലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ സഹായം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല, പക്ഷേ പുറകിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്നു. അങ്ങനെ അപ്പം അമേരിക്ക ചെയ്യുന്ന പോലെ ഒരു പുറത്തോട്ട് ഇറങ്ങി വന്നൊരു ഇൻവോൾവ്മെൻറ്റിന് ചൈന ഒരിക്കലും തയ്യാറാവാൻ തോന്നുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് താനും. ഈ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വാർത്തകളിൽ, ഇന്ത്യൻ വാർത്തകളിലും ഇൻ്റർനാഷണൽ മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു, 3 ദിവസമായിട്ട് ചൈനീസ് വിമാനങ്ങൾ
ഇറാനിലേക്ക് ചെല്ലുന്നു, എന്താണ് അവിടെ കൊടുക്കുന്നത്, ആരെങ്കിലും പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ടോ പ്രധാനപ്പെട്ട ആളുകളെ എന്നുള്ളതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഒരു പക്ഷേ ഉണ്ടായിരിക്കും. റഷ്യയുടെ കേസും അത് തന്നെയല്ലേ. റഷ്യക്ക് മുന്നിൽ 3 ചാലഞ്ചാണ്. ഒന്ന്, റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭീകര രാജ്യത്തിൻ്റെ ഒരു ത്രെട്ട് അവർക്ക് എപ്പോഴും ഉണ്ട്. 2, അവിടെ തന്നെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ എക്യുപ്മെൻറ്റും മിലിറ്ററിയും ഒക്കെ ആവശ്യമാണ്, പൈസയും ആവശ്യമാണ്. അമേരിക്കയെ ഈ സമയത്ത് നോവിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ വഴിയും ആക്രമിക്കാം, ഡയറക്റ്റ് ആക്രമണവും ഉണ്ടാകും. അതുകൊണ്ട് അവരും ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് തുനിയാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇതിനെ എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ആ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് സ്പിൽ ഔട്ട് ചെയ്യുമോ എന്നുള്ളത്. ആ ഒരു സാഹചര്യം, റഷ്യ നിസ്സഹായമായി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഇവർ മുതലെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും റഷ്യ നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം മുതലെടുത്തു. മാത്രമല്ല മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹൊറർ കാണുന്നതാണ്. ഇവർക്കറിയാം നാളെ യുണൈറ്റഡ് ആകുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂടുതൽ ജനങ്ങൾ, ഇതിൻ്റെ ഒരു കൊളാട്രൽ ഡാമേജ് ആണല്ലോ ജനങ്ങൾ മരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സെൻറ്റിമെൻറ്റ് മാറും. ഇപ്പോൾ ഗാസയുടെ യുദ്ധം തന്നെ ഒക്ടോബർ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി എല്ലാ മാധ്യമങ്ങളും, നമ്മൾ ഉൾപ്പെടെ ഇസ്രായേലിലെ ആളുകൾ മരിച്ചു ഓർത്ത് ദുഃഖിച്ചു, അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ 10-ാം തീയതി മുതൽ ആ സെൻറ്റിമെൻറ്റ് മാറി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് മാറി. അപ്പം ഇന്ത്യ പോലും പറയേണ്ടി വന്നു നടക്കുന്നത് അപലപനീയമാണ് എന്ന് ഇന്ത്യ പോലും പറഞ്ഞു. മറ്റ് രാജ്യങ്ങളും, ഒരു രീതിയിൽ ഇൻവോൾവ് ആകാത്ത രാജ്യങ്ങളും പറഞ്ഞു. സോ ആ സെൻറ്റിമെൻറ്റ് മാറുന്നതിന് മുന്നേ തന്നെ അമേരിക്ക ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ സമാധാനത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന തരത്തിൽ, ഇറാൻ സമാധാനത്തിലേക്ക് വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയുടെ സ്വരം കൂടി അതിലുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രൊവക്കേഷൻ ഈ സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക? അത് ട്രംപിൻ്റെ രീതിയായിട്ട് വേണേൽ കാണാം. കാരണം ട്രംപിൻ്റെ ഒരു രീതി, ഇപ്പം ട്രേഡ് വാർ ഉണ്ടായ സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഹാർലി ഡേവിഡ്സന് നിങ്ങൾ 105% ടാക്സ് ചെയ്യുന്നു, നിങ്ങളുടെ റോയൽ എൻഫീൽഡ് ഞാൻ 2.5% ടാക്സ് അല്ലേ വെക്കുന്നുള്ളൂ, നാളെ ഞാൻ അതിന് 100% ആക്കും. ഇതാണ് പുള്ളിയുടെ ഒരു നെഗോഷിയേഷൻ സ്റ്റൈൽ. അതേ സ്റ്റൈലിൽ ഒരു യുദ്ധമുഖത്ത് പറയുമ്പോൾ അതിന് കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രംപ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഡായിട്ടുള്ള റിമാർക്സ് പുറത്ത് പറയുക, റെസ്പോൺസസ് കൊടുക്കുന്നു. അത് ആളുകളെ കൺഫ്യൂസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു അപ്പർ ഹാൻഡ് തൽക്കാലം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. ഇറാൻ ഈ സ്റ്റേജിൽ നെഗോഷിയേഷൻ തയ്യാറാകാം. കാരണം ഒമാനും എനിക്ക് തോന്നുന്നു ഖത്തറും ഒരുപക്ഷെ റഷ്യയും തയ്യാറാകും ഒരു മീഡിയേഷന്. അങ്ങനെ മീഡിയേഷന് തയ്യാറാകുന്നതായിരിക്കും ആ ഏരിയയ്ക്കും ലോകത്തിനും നല്ലത്. കാരണം കൂടുതൽ ഇത് പോകും തോറും സ്പിൽ ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുക. കാരണം ഈ പറഞ്ഞ പോലെ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ് അമേരിക്ക മനസ്സിലാക്കുന്നു, റഷ്യ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാലാണ് അതൊരു വലിയ യുദ്ധത്തിലോട്ട് പോകുന്നത്. സോ അങ്ങനെ പോകാതെ ഇറാൻ നെഗോഷിയേഷനിലോട്ട് പോകാം. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു രാജ്യം അത് ചെയ്യില്ല. കാരണം അവർ ഇത്രയും വലിയൊരു അറ്റാക്കിനിരയായി തിരിച്ച് അറ്റാക്ക് ചെയ്തേ പറ്റുള്ളൂ. അതാണല്ലോ യുദ്ധങ്ങൾ പലതും അവസാനിക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഇറാൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ ഒരു കീഴടങ്ങലിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് ശരിയാണ്. കാരണം ഇത്രയും ഒരു അറ്റാക്കിനിരയായി. അപ്പോൾ പക്ഷേ ആര് രക്ഷയ്ക്ക് വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, എനിക്ക് രണ്ട് കൂട്ടരുടെയും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി അല്ല. കാരണം ഇറാൻ 1981 ഇസ്രായേൽ ഇതേപോലെ അറ്റാക്ക് നടത്തിയിട്ടാണ് ഇറാഖിലെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് തകർത്തത്. അത് കണ്ടുപഠിച്ചതാണ് ഇറാൻ. അത് കണ്ടുപഠിച്ച് 43 വർഷം 44 വർഷം കൊണ്ട് ഈ 60% എൻറിച്ച്മെൻറ്റ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പഠിക്കൽ കൊണ്ട് അവർ ഒരിക്കലും കലം ഉടയ്ക്കാനോ മറ്റൊരാളോട് ഉടച്ച് കളയാനോ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏത് കോസ്റ്റിലും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോഴും പല റിപ്പോർട്ടുകളുണ്ട് അവർ യുറേനിയം ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, സേഫായിട്ട് മറ്റു സ്ഥലങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ എവിടുന്ന് സപ്പോർട്ട് വരുന്നു, എനിക്കൊന്ന് ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഒരു പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്ന് വരാം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് സപ്പോർട്ടിനായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഇത് സ്പിൽ ഓവർ ചെയ്തിട്ട് ജനങ്ങൾ മരിക്കുക അങ്ങനെയൊക്കെ സ്റ്റേജ് വരുമ്പോഴത്തേക്കുമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇതിലോട്ടൊക്കെ പോയി ഒരു പക്ഷേ ഇടപെടൽ വരാം എന്ന് കരുതുന്നു. അതേപോലെ അമേരിക്കയ്ക്ക് ഒരു പ്രഷറുണ്ട്. അത് ഇറാൻ്റെ അഡ്വാൻറ്റേജ്. കാരണം അവിടെ തന്നെ ട്രംപിൻ്റെ മാഗാ മൂവ്മെൻറ്റിലും ഈവൻ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രംപിൻ്റെ പാർട്ടി മെമ്പറാണ് കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസ്സാക്കാൻ നോക്കിയത്. അതായത് ഒരു യുദ്ധത്തിലേക്ക് പോകാനോ ഇറാനിൽ ഇടപെടാനോ ട്രംപിനെ തടഞ്ഞുകൊണ്ടുള്ളൊരു ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചത് ട്രംപിൻ്റെ പാർട്ടി മെമ്പറാണ്. അതിനുള്ളിൽ തന്നെ ഇപ്പോൾ ടക്കർ കാൾസൺ എന്ന് പറഞ്ഞ ഫോക്സ് ന്യൂസിൻ്റെ പഴയ വലിയ ജേർണലിസ്റ്റ്, എപ്പോഴും ട്രംപിന് സ്തുതി പാടുന്ന ആളാണ്, അദ്ദേഹം പോലും തിരിഞ്ഞു. ഒരു 20% അദ്ദേഹത്തിൻ്റെ ബേസ് വരെ തിരിഞ്ഞു തുടങ്ങിയ സമയത്ത് ട്രംപിനും പ്രഷറുണ്ട്. ഇത് വെച്ചായിരിക്കും ഒരുപക്ഷെ ഇറാൻ ഇത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നോക്കുന്നത്. പക്ഷേ ഇറാനുള്ള ഒരു ചെറിയ ഡ്രോബാക്ക്, അവരുടെ മിലിറ്ററി 2024 ഒക്ടോബറിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരുന്നു, ഇറാനിൽ അറ്റാക്ക് നടത്തിയിരുന്നു. ആ സമയത്ത് ഏകദേശം 12ഓളം മിലിറ്ററി ബലിസ്റ്റിക് മിസൈൽസ് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സ്റ്റോക്കിനപ്പുറം അവർക്ക് റെപ്ലനിഷ് ചെയ്യാൻ സമയമോ സാവകാശമോ സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ തവണ 75-100 മിസൈലുകൾ വെച്ച് വിടുമ്പോൾ അതനുസരിച്ച് ഇസ്രായേൽ അത് ടാർഗറ്റ് ചെയ്ത് അപ്പം തന്നെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ട് തിരിച്ച് ആ ലോഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ 100 മിസൈൽ വെച്ച്. കാരണം ഇവർ അയൺ ഡോമിനെ എങ്ങനെയാണ് അവർക്ക് തട്ടിക്കളയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
പല ലൊക്കേഷനിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് അയക്കുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഡമ്മി മിസൈലുകൾ അയക്കുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ പല റേഞ്ചുകളും പല സ്പീഡുകളുള്ള മിസൈലുകൾ അയക്കുന്നു. ഈ പരിപാടി എത്ര നാൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അത് സസ്റ്റെയിൻ ചെയ്യുന്നതിനിടെ ട്രംപിന് അവിടെ പ്രഷർ വരുന്നു, ഇൻ്റർനാഷണൽ പ്രഷർ ഇസ്രായേലിന് മേൽ വരുന്നു, ആളുകൾ മരിക്കുന്നു, അത് ലോകം കാണുന്നു, അങ്ങനെ സെൻറ്റിമെൻറ്റും മാറുന്നു എന്നുള്ള പ്രതീക്ഷയിലാകാം ഇറാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബറാക്ക് ഒബാമയുടെ നയമായിരിക്കില്ല താൻ പിന്തുടരുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പം വിദേശ രാജ്യങ്ങളുടെ അവരുടെ ഇടപെടലുകൾ അടക്കം. ട്രംപിനെ നമുക്കറിയാം, കൃത്യമായ കച്ചവട കണ്ണുകളോടെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. അദ്ദേഹം യുദ്ധത്തിലേക്ക് പോകില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് യുദ്ധത്തിലേക്ക് പോയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നുൾപ്പെടെയുള്ള എതിർപ്പുകൾ ഉള്ളപ്പോഴും ട്രംപ് യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് അതിനെ ഒരു അനലൈസ് ചെയ്യാൻ കഴിയുക? അവിടെയാണ് ട്രംപിൻ്റെ ചെറിയൊരു പരാജയം പറ്റിയത് ഞാൻ പറയും. കാരണം കഴിഞ്ഞ സമയത്ത് 2016-20 സമയത്ത് ഒരു യുദ്ധം താൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ മിഷിഗൻ പോലുള്ള സംസ്ഥാനങ്ങൾ, അമേരിക്കയിൽ മിഷിഗനിലൊക്കെ ഏകദേശം 2-2.5 ലക്ഷം വരുന്ന മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അവരിപ്രാവശ്യം ട്രംപിന് ചിലർ വോട്ട് ചെയ്തു, ചിലർ ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്യാതിരുന്നു ട്രംപിനെ വിശ്വസിച്ച്. കാരണം അദ്ദേഹം പറഞ്ഞത് ആദ്യ ദിവസം തന്നെ ഞാൻ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നിർത്തലാക്കും, ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊരു വിരാമം കണ്ടിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ ആൾ അത് മാറ്റിയില്ലെന്ന് മാത്രമല്ല, ഇതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ സ്കിർമിഷ് ഉണ്ടായി, അതുകൂടാതെ ഇപ്പോൾ ഇറാൻ ഇസ്രായേലും ഉണ്ടായി. അതിന് പുറകിൽ നിൽക്കുന്നു ട്രംപ്. അപ്പോൾ ട്രംപിനെ അതിന് പ്രഷറൈസ് ചെയ്യാനുള്ള സാഹചര്യം അത് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും നടന്നേനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇസ്രായേൽ ആയിക്കോട്ടെ, ജൂയിഷ് ഇൻഫ്രാസ്ട്രക്ചറും ജൂയിഷ് ഇൻഫ്ലുവൻസും ഭയങ്കര വലുതാണ് അമേരിക്ക. അതിപ്പോൾ മീഡിയയിലായിക്കോട്ടെ, പൊളിറ്റിക്സിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ. നമ്മൾ കാണുന്ന ഫേസ്ബുക്കും ഗൂഗിളും ബാസ്കിൻ റോബിൻസും സ്റ്റാർബക്സും മുതൽ എല്ലാം ഇവരുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഇത് തന്നെ നടന്നതിനെന്ന് ഞാൻ കരുതാൻ കാര്യം 2023 തുടങ്ങി ഇലക്ഷൻ സമയത്ത് പോലും ബൈഡൻ ഗാസയിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്റർനാഷണൽ പ്രഷർ വന്നിട്ടും പിന്മാറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ഒരു വ്യത്യാസം ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ മറ്റ് അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? അറബ് രാജ്യങ്ങൾ സോ ഫാർ ഇപ്പോൾ ടർക്കിയൊക്കെ വേർബലി പറഞ്ഞിട്ടുണ്ട്, സൗദി ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് മാറാൻ കാരണം ഇറാൻ എന്ന രാജ്യം കുറച്ച് വീക്കൻ ആകുന്നതിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിക്കുന്ന രാജ്യങ്ങളാണ് ടർക്കി ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ. കാരണം അവിടെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനോ അവർക്കൊരു ത്രെട്ടായിട്ടോ വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ആകെയുള്ള അവർക്കൊരു ആഗ്രഹിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ പോലെ സ്പിൽ ഔട്ട് ചെയ്ത് ജനങ്ങൾ മരിക്കുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ നാളെ ഇസ്രായേലിൻ്റെ ഒരു 1 മാൻ ഷോ ആയി മാറുമോ എന്നൊരു ചിന്ത എന്നാണോ അവരുടെ മനസ്സിൽ കയറുന്നത് അന്ന് അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതുവരെ എന്തൊക്കെ പറഞ്ഞാലും ഗാസയിൽ ഇത്ര ആക്രമണം നടന്നപ്പോഴും ആളുകൾ മരിച്ചപ്പോഴും തിരിച്ചടിക്കാനോ എന്തെങ്കിലും പറയാനോ പ്രോക്സികൾ വെച്ച് ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും ഒരു തിരിച്ചടി നടത്താൻ തുനിഞ്ഞ ഒരേ ഒരു രാജ്യം ഇറാനാണ്. മറ്റൊരു രാജ്യവും വാക്കാൽ സമ്മതിച്ചു, ഡിപ്ലോമാറ്റിക്കലി സഹായിച്ചു, പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. സോ അങ്ങനെ ഒരു പക്ഷേ മുസ്ലിം ലോകം, അറബ് ലോകം ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ ആയിരിക്കാം സെൻറ്റിമെൻറ്റ് മാറുന്നത്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങണമെങ്കിൽ ഈ പറയുന്ന സംഭവം സ്പിൽ ഔട്ട് ചെയ്യണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതായത് ആളുകൾ മരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ തകരുകയും കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ മരിക്കുന്ന കാണുമ്പോഴത്തേക്കും ആ സെൻറ്റിമെൻറ്റ് മാറും. ഇവർ ചിന്തിച്ചു തുടങ്ങും, ഗാസയിലെ ആ ഇമേജസ് ഇവരുടെ മനസ്സിൽ വരും. അപ്പോഴാ ഒരു സെൻറ്റിമെൻറ്റ് മാറും. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ പക്ഷേ ആരും തന്നെ ഓപ്പൺലി സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്ന രാജ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. പാകിസ്ഥാൻ ആയിക്കോട്ടെ, അൾജീരിയ ആയിക്കോട്ടെ, ഹൂത്തികൾ ഒരു രാജ്യം പോലുമല്ല, ഇവരൊക്കെയാണ് ഓപ്പൺലി സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിലവിലെ ഇറാൻ്റെ സാഹചര്യം കഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അറബ് സെൻറ്റിമെൻറ്റ് മാറിയാൽ വ്യത്യാസം വരും. പ്രോക്സികളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണം തന്നെ ആയിരിക്കാം ഇറാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറാൻ്റെ ഈ പ്രോക്സികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹമാസ് ഉണ്ട്, ഹമാസ് പിന്നീടാണ് വരുന്നത്, ഹൂത്തികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പലസ്തീൻ അനുകൂല സംഘടനകളും ഒക്കെ തന്നെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു ഹൂത്തികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഞങ്ങൾ പിൻവാങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ശ്രമം ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇവർ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എന്നുകൂടി നമുക്ക് പറയാൻ കഴിയില്ലേ? അല്ല, പക്ഷേ പ്രോക്സികളുടെ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ഹെസ്ബുള്ള വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ആർമിയെ കിടപിടിക്കുന്ന രീതിയിലുള്ള നിയന്ത്രിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഒരുപാട് കമാൻഡേഴ്സിനെ നഷ്ടപ്പെട്ടു, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ഒരുപാട് അവരെ വീക്കൻ ചെയ്തു. അപ്പം നിലവിൽ ഹെസ്ബുള്ള വളരെ വീക്കെൻഡാണ്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായെന്ന് വേണേൽ പറയാം. പിന്നെ പോയിട്ട് ഹൂത്തികൾ മാത്രമേ ഉള്ളൂ. സോ അവിടെയും വലിയ പ്രതീക്ഷ ഇറാന് വെക്കാനില്ല. ഈ പറഞ്ഞ പോലെ ഇത് ഫർദർ ഒരു എക്സ്പാൻഷന് പോയി കഴിഞ്ഞാൽ, വാർ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൂത്തികൾ ഇടപെടും. പക്ഷെ അതുകൊണ്ട് ആകുമോ അമേരിക്ക പോലൊരു ശക്തിക്ക് മുന്നൊരു ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ കറക്റ്റായിട്ട് സൂചിപ്പിച്ച പോലെ
സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് റെഡ് സീ വഴിയാണ് ലോകത്തെ തന്നെ 25% ഓയിലും ഗ്യാസും സപ്ലൈ ചെയ്യപ്പെടുന്ന അതിൻ്റെ ആ ഒരു റൂട്ട് അതാണ്. അതൊക്കെ വഴിതിരിച്ച് വിടുമ്പം ലോകത്തിനത് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഓയിൽ പ്രൈസസ് കൂടി, ഇത് കൂടാതെ വഴിതിരിച്ച് വരുമ്പോഴത്തേക്കും ഡിലേ ഉണ്ടാകുമ്പോഴത്തേക്കും വേറെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും അതിന് ചാർജ് വരും. ആ ചാർജ് ഇവൻച്വലി കസ്റ്റമറായ നമ്മുടെയൊക്കെ മുന്നിലോട്ട് വരും. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ അത് എല്ലാത്തിലോട്ടും കയറുമ്പോഴത്തേക്കും ഇൻഫ്ലേഷണറി ട്രെൻഡ് കാണിച്ചു തുടങ്ങും, സ്റ്റോക്ക് മാർക്കറ്റ്സ് ഉലഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. പക്ഷേ അത് നമ്മൾ മുമ്പും കണ്ടതല്ലേ. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് 22 കണ്ടു, 23 കണ്ടു, 24 കണ്ടു. അപ്പോൾ അത് ജനങ്ങൾ യൂസ് ടു ആയെന്നൊരു സിനാരിയോ ആയതുകൊണ്ട് അത്തരത്തിലുള്ള പ്രഷറിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൊണ്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രോക്സീസിൻ്റെ കേസിലും തൽക്കാലം ഹൂത്തികളുടെ മാത്രമാണ് സഹായം. മറ്റ് ഒരുപാട് പ്രോക്സികളുണ്ട്, ബാഷർ അൽ അസാദ് എന്നൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ അവരൊക്കെ ചെറുതാണ്, ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിൽ പോലും ചെറുതാണ്. സോ അതുകൊണ്ട് ആകപ്പാടെ എടുത്തു പറയാവുന്ന നിലവിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു പ്രോക്സി ഹൂത്തികളാണ്. ഒരു നേതൃമാറ്റം ഇറാനിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ മുന്നിലുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഈ സംഘർഷങ്ങൾ തുടർന്നു പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു നേതൃമാറ്റം ഇറാനിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ്? പ്രത്യേകിച്ച് ഈ സുപ്രീം ലീഡർ അയത്തുള്ള ഖമേനിയുടെ ഒരു നിയന്ത്രണം, കൂടാതെ അവരുടെ ഒരു കൗൺസിൽ എന്ന് പറയുന്ന ഭരണ സംവിധാനം വേറെ നിൽക്കുന്നു. ഈ ഒരു ഘടനയെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? അല്ല. അതിൻ്റെ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വലിയ രാജ്യം, 75 ഇരട്ടി വരുന്ന രാജ്യം, 10 ഇരട്ടി വരുന്ന പോപ്പുലേഷൻ, പിന്നെ ഈ ഒരു സാധാരണ രാജ്യത്തിനുള്ളൊരു പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ മിനിസ്റ്റേഴ്സോ ക്യാബിനറ്റോ മാത്രമല്ല, സുപ്രീം ലീഡറുണ്ട്, ആളെ തിരഞ്ഞെടുക്കുന്ന 88 പേരടങ്ങുന്ന എക്സ്പേർട്ട് കൗൺസിലുണ്ട്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന 12 പേരടങ്ങുന്ന ഗാർഡിയൻ കൗൺസിലുണ്ട്. ഈ ഏരിയയിൽ മൊത്തം, അതായത് ഇറാനിൽ മാത്രമല്ല സിറിയയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന IRGC റെവല്യൂഷണറി ഗാർഡുണ്ട്. ഒരു റെജീം ചേഞ്ച് എന്ന് പറയുമ്പം, ഇറാനിലെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മാറ്റേണ്ടി വരും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ റെജീം ചേഞ്ചിന് പോയി കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ കെയോസിലോട്ട് തള്ളിവിടും ഈ റീജിയൻ. 3 രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ റെജീം ചേഞ്ചിന് പോയിട്ട് അമേരിക്കയും ഇസ്രായേലും സക്സസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ പാതി വഴിക്കിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ പോകുന്നില്ലാത്ത പക്ഷം ഒരു പക്ഷേ വലിയ കുഴപ്പമില്ലാതെ പോകാം. പക്ഷേ ഇസ്രായേൽ ഭയക്കുന്ന സിറ്റുവേഷൻ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് ഇസ്രായേൽ ഭാവിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പകുതി വഴി കിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ, ഇപ്പം ഇറാഖിൽ കണ്ട പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വരും. പകരം വെക്കാൻ ആരുമില്ല. അമേരിക്ക പിന്നെ മുന്നോട്ട് വെക്കുന്ന പഴയ ഷായുടെ മകനായ റേസ പാലവിയാണ്. അദ്ദേഹം ഇറാനിൽ കാല് കുത്തിയിട്ട് 40 വർഷമായി. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ല, അദ്ദേഹത്തിന് അവിടെ ഒരിക്കലും സൂട്ട് ആവത്തുമില്ല. പിന്നെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഫീസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഈ പറഞ്ഞ IRGC ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാറ്റാൻ പ്രയാസമാണ്. പിന്നെ മൊത്തത്തിൽ മാറ്റിയാൽ തന്നെ ഇറാഖിൽ സംഭവിച്ചത് വേറൊരു ആളെ വെക്കാൻ ഇല്ലാതായി. അങ്ങനെ വരുമ്പോൾ വീണ്ടും സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാകുന്നു, ചെറിയ ഫാക്ഷൻസ് അതുകൊണ്ട് തമ്മിൽ തല്ലുന്നു, വീണ്ടും സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, വേറൊരു കിയോട്ടിക് സിറ്റുവേഷനിലോട്ട് ഇറാൻ വീണ്ടും പോകുന്നു. സോ അതുകൊണ്ട് റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ, അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല, തിയററ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റി ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരാനേ ഏത് ഇസ്രായേൽ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ അത് ചെയ്തിട്ട് അർത്ഥമുള്ളൂ. അല്ലാതെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അർത്ഥമില്ല. കൂടുതൽ പ്രശ്നത്തിലോട്ട് ഇറാനെ തള്ളിവിടും, മിഡിൽ ഈസ്റ്റിനെ തള്ളിവിടും. ഈ കാലങ്ങളായിട്ട് അമേരിക്കൻ വിരുദ്ധത രക്തത്തിലുള്ള ഒരു ജനതയാണ്. ഇപ്പോൾ 79 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അയത്തുള്ള ഖമേനിക്ക് കീഴിലേക്ക് വരുമ്പോൾ അമേരിക്കൻ വിരുദ്ധത അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നുണ്ട്. അതൊരു ജനറേഷൻ, ഒന്നല്ല 2 ജനറേഷനോളം അതിൽ തന്നെ നിൽക്കുന്നവരാണ്. അവർക്ക് ഈ ഒരു സാഹചര്യം മാറുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇറാനെ അങ്ങനെ മാറ്റുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല എന്നാണ് തോന്നുന്നത്. 2 ആർഗ്യുമെൻ്റ്. അതിൻ്റെ അത് ഇപ്പോൾ 1979 ശേഷം ജനിച്ച ഒരു ജനറേഷനാണ് മെജോറിറ്റി എന്ന് പറയുന്നു. അപ്പോൾ അവരിതൊന്നും കണ്ടിട്ടില്ല, പഴയ ഷായുടെ കീഴിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ജീവിച്ചിട്ടില്ല. പക്ഷെ അതേപോലെ നമ്മൾ ഈ IRGCക്ക് ഒരു പ്രത്യേകത. IRGC ഒരു മിലിറ്ററി വിങ്ങോ അല്ല, ഒന്നും അല്ലാത്തൊരു സെറ്റപ്പാണ്. പക്ഷെ അവർക്ക് തന്നെ സെപ്പറേറ്റ് വിങ്ങുകളുണ്ട് ഇന്റേണൽ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്താനായിട്ട്. അതൊക്കെ പക്ഷെ റീസെൻ്റ് ആയിട്ട് ഉണ്ടായത് 2009 ഒരു വലിയ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്തി, 20 അടിച്ചമർത്തി, 22 അടിച്ചമർത്തി. ആ സമയത്തൊക്കെ ഇറാനിൽ വലിയ പ്രൊട്ടസ്റ്റുകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ആ യങ്ങർ ജനറേഷനിടയിൽ ആ ഒരു മെസ്സേജ് ചെന്ന് കഴിഞ്ഞു, ഇതൊരു ഒപ്രസീവ് റെജീമാണെന്ന് ഇസ്രായേലും പറയുന്നു. അവരും ഒരുപക്ഷെ ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ അടിച്ചമർത്തപ്പെട്ടപ്പോൾ അത് സഹിച്ചു. അപ്പോൾ അതിലാണ് ഒരു പ്രതീക്ഷ. പക്ഷെ അതൊരു വലിയ ഫാക്ഷൻ ആണോ എന്നുള്ള ചോദ്യം. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് വരാൻ മാത്രം ശക്തിയുള്ള ഒരു ഫാക്ഷൻ, വലിയ തോതിലുള്ള ഒരു ആഭ്യന്തര സിറ്റുവേഷൻ അവിടെ ഇല്ല. അതെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക് റെജീം ചേഞ്ച് എളുപ്പമാവുള്ളൂ. കാരണം വലിയൊരു സെഗ്മെന്റ് ഓഫ് ആളുകൾ കാണണം, ഒരു ലീഡർ കാണണം. അങ്ങനെ ആരാണ് അവിടെ ഉള്ളത്? ഇവരെ എതിർക്കാൻ ലീഡറോ ഒരു വലിയ ഫാക്ഷനോ അവിടെ ഇല്ല. അതുകൊണ്ട് റെജീം ചേഞ്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇറാനെ കീഴടക്കുക എന്നുള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതുപോലെ ഈ താല്പര്യങ്ങളുമായി മുന്നോട്ട് വരുന്ന മറ്റു രാജ്യങ്ങൾക്കും അതൊരു കീറാമുട്ടിയായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. അപ്പോൾ ഈ സംഘർഷം തുടരും എന്ന് തന്നെ പറയാൻ കഴിയും.
ഈ സംഘർഷം തുടരണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ തുടരാനാണ് നിലവിലെ രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്. എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമെങ്കിൽ അത് ഈ വരുന്ന 2-3 ദിവസത്തിലായിരിക്കും. കാരണം ഈ പറഞ്ഞ അറ്റാക്ക് ഒരു ഹിസ്റ്റോറിക് സംഭവമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. അവിടെ ആ പോയിന്റിൽ ഇറാന് മുന്നോട്ട് വരാൻ വേണമെങ്കിൽ, പക്ഷെ അത് താങ്കൾ പറഞ്ഞ പോലെ ആത്മാഭിമാനമുള്ളൊരു രാജ്യം ഇത് ചെയ്യില്ല. അങ്ങനെ കാണുമ്പോൾ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുക, ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കും. അതായത് നിർത്താനുള്ള സാഹചര്യം ഉണ്ട്, ഇമ്മീഡിയറ്റ്ലി സംഭവിക്കും, ഇല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകും.